ഗാസ ക്ഷാമത്തിൻ്റെ വാതിൽപ്പടിയിലെത്തിയെന്ന ഐക്യരാഷ്ട്രസഭയുടെ മുന്നറിയിപ്പിൻ്റെ സാഹചര്യത്തിലാണ് ഗാസയിലേത് ശരിക്കും പട്ടിണിയാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രതികരണവും വരുന്നത്. ഗാസയിലെ പട്ടിണിയുടെ വാർത്തകൾ വ്യാജമെന്ന് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞതിന് പിന്നാലെയാണ് ട്രംപ് അതിന് വിരുദ്ധമായി പറഞ്ഞതെന്നത് ശ്രദ്ധേയം. സ്കോട്ട്ലൻഡിൽ UK പ്രധാനമന്ത്രി കെയർ സ്റ്റാമറുമായുള്ള കൂടിക്കാഴ്ചയ്ക്കിടെയാണ് ട്രംപ് ഇക്കാര്യം പറഞ്ഞതെന്നതും നിർണായകമായി. ഗാസയിൽ പട്ടിണി എന്ന വാർത്ത വ്യാജമാണെന്ന നെതന്യാഹുവിൻ്റെ പ്രസ്താവനയെക്കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടിയായാണ് ട്രംപ് ഗാസയിൽ പട്ടിണിയുണ്ടെന്ന് പറഞ്ഞതും. ഇസ്രയേൽ ഗാസയിലെ പട്ടിണിക്ക് ഇന്ധനം പകരുകയാണോ എന്ന് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് എനിക്കറിയില്ല, ആ കുഞ്ഞുങ്ങൾ വിശന്നവരാണെന്ന് കണ്ടാലറിയാം, ആ പട്ടിണി യാഥാർത്ഥ്യമാണെന്നായിരുന്നു ട്രംപിൻ്റെ മറുപടി. ഗാസയാകെ അലങ്കോലമാണ്, മറ്റൊരു രീതിയിലാണ് കാര്യങ്ങൾ ചെയ്യേണ്ടതെന്ന് താൻ ഇസ്രയേലിനോട് പറഞ്ഞതാണെന്നും ട്രംപ് പറഞ്ഞു. ഗാസയിലെ അതിരൂക്ഷമായ പട്ടിണി സാഹചര്യത്തെക്കുറിച്ച് ലോകമാധ്യമങ്ങൾ ഒന്നടങ്കം റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെ സാഹചര്യം ഭയാനകമാണെന്ന് ഐക്യരാഷ്ട്രസഭയും ചൂണ്ടിക്കാട്ടിയിരുന്നു. പിന്നാലെ അന്താരാഷ്ട്ര സമ്മർദ്ദം ഉയർന്നു. ഗാസയിലേക്ക് മതിയായ ഭക്ഷണവും മരുന്നും എത്തുന്നില്ല എന്ന് UN-ൻ്റേതടക്കമുള്ള ഏജൻസികൾ ആരോപിച്ചു. ഇസ്രയേലിൻ്റെ കടുത്ത നിയന്ത്രണ നടപടികളാണ് തടസ്സമെന്ന് ആരോപണമുയർന്നു. അതേസമയം ഗാസയ്ക്കുള്ളിലും പുറത്തും ഭക്ഷ്യവസ്തുക്കൾ നിറച്ച 100 കണക്കിന് ട്രക്കുകൾ കാത്തുകിടക്കുകയാണെന്നും UN ഏജൻസികൾ അത് വിതരണം ചെയ്യാൻ തയ്യാറാകുന്നില്ലെന്നും ഇസ്രായേൽ സൈന്യം ആരോപിച്ചിരുന്നു. പട്ടിണിയുടെയും പോഷകാഹാരക്കുറവിൻ്റെയും ഇരകളായി എല്ലും തോലുമായ കുഞ്ഞുങ്ങളുടെയും ഭക്ഷണത്തിനായി തിരക്ക് കൂട്ടുന്ന ആയിരക്കണക്കിന് ആളുകളുടെയും ദൃശ്യങ്ങളും ചിത്രങ്ങളും പുറത്തു വന്നതിന് പിന്നാലെ സഹായം ആകാശമാർഗം വിതരണം ചെയ്യാൻ ഇസ്രായേൽ തീരുമാനിച്ചു. ദിവസവും 10 മണിക്കൂർ യുദ്ധവിരാമവും പ്രഖ്യാപിച്ചു. ഈ നടപടികളെ UN സ്വാഗതം ചെയ്തു. പക്ഷേ ഇതൊന്നും തന്നെ ഗാസയിലെ അതിരൂക്ഷമായ അവസ്ഥയ്ക്ക് പരിഹാരമാവാൻ പര്യാപ്തമല്ലെന്നാണ് UN മനുഷ്യാവകാശകാര്യ അടിയന്തര സഹായ സമിതി കോർഡിനേറ്റർ തോമസ് ഫ്ലെച്ചർ പറഞ്ഞത്. ക്രോസിംഗുകളിൽ നിന്ന് 120-ലധികം ലോറി സഹായ വസ്തുക്കളാണ് വിതരണത്തിനായി UN-ൻ്റേതടക്കമുള്ള ഏജൻസികൾ സ്വീകരിച്ചതെന്ന് ഗാസയിലേക്കുള്ള സഹായ വിതരണം ഏകോപിപ്പിക്കുന്ന ഇസ്രയേലി സമിതി കോഗാട്ട് അറിയിച്ചു. 100 ലോറി ലോഡ് സഹായം ആ സമയത്ത് ലഭിച്ചതായി UN പറഞ്ഞു. UN-നെതിരായി വിമർശനം ചൂണ്ടിക്കാട്ടിയപ്പോൾ അവരുടെ ഡ്രൈവർമാർ രൂക്ഷമായ സുരക്ഷാ നിയന്ത്രണങ്ങളാണ് നേരിടുന്നതെന്നായിരുന്നു ഫ്ലെച്ചറുടെ പ്രതികരണം. ഗാസയിൽ പ്രവേശിച്ച ലോറികൾ കൊള്ളയടിക്കപ്പെട്ടതായും ഫ്ലെച്ചർ അറിയിച്ചു. ഇസ്രായേൽ പ്രഖ്യാപിച്ച 10 മണിക്കൂർ യുദ്ധവിരാമം ഒരാഴ്ച മാത്രമായിരിക്കും നിലനിൽക്കുക എന്നാണ് UN വിശ്വസിക്കുന്നത്. 21-ാം നൂറ്റാണ്ടിലെ ഏറ്റവും ദാരുണമായ അവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ ആ സമയം ഒന്നുമല്ല എന്നതാണ് UN മനുഷ്യാവകാശകാര്യ സമിതിയുടെ നിലപാട്. സഹായങ്ങൾ എത്തിക്കാനുള്ള മനുഷ്യാവകാശ ഇടനാഴികൾ ഇസ്രായേൽ സൈന്യം ഒരുക്കിയിട്ടുണ്ടെന്നും സഹായമെടുത്ത് വിതരണം ചെയ്യുക എന്ന അർപ്പിതമായ ജോലി ചെയ്യുകയാണ് വേണ്ടതെന്നുമാണ് രൂക്ഷമായ ഭാഷയിൽ UN-നെ വിമർശിച്ചുകൊണ്ട് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത്. പക്ഷേ കഴിഞ്ഞ തിങ്കളാഴ്ച ഗാസയിലെ സാഹചര്യം കഠിനമാണെന്ന് അംഗീകരിച്ച് നെതന്യാഹുവിൻ്റെ ഓഫീസ് പ്രസ്താവന ഇറക്കി. ഗാസയിൽ മനുഷ്യാവകാശ പ്രതിസന്ധി ഉണ്ടെന്ന പ്രചാരണം ഹമാസിനെ സഹായിക്കലാകാമെന്നും പ്രസ്താവനയിൽ പറയുന്നുണ്ടെങ്കിലും അന്താരാഷ്ട്ര തലത്തിലെ സമ്മർദ്ദവും മാധ്യമ വാർത്തകളും ഗാസയിലെ അതിരൂക്ഷമായ മാനവികതാ പ്രതിസന്ധിയെ അവഗണിച്ച് ഇസ്രയേലിന് മുന്നോട്ട് പോകാൻ കഴിയാത്ത സ്ഥിതി സൃഷ്ടിച്ചു കഴിഞ്ഞു എന്നതാണ് വസ്തുത.